സുഹൃത്തുക്കളെ, ഇന്നത്തെ പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ ആരംഭിക്കാം. ഞാൻ ദിലീപ്. 26 വയസ്സുണ്ട് എനിക്ക്. നാട്ടിൽ സ്വന്തമായി കേബിൾ TV ബിസിനസ് ഒക്കെ നടത്തി ജീവിച്ചു പോകുന്നു. വീട്ടിൽ അച്ഛനും അമ്മയും ചേച്ചിയും ഞാനും. ചേച്ചിക്ക് എന്നേക്കാൾ 4 വയസ്സ് പ്രായം കൂടുതലുണ്ട്. ചേച്ചി കല്യാണം കഴിഞ്ഞു പോയി സുഖമായി ജീവിക്കുന്നു. വീട്ടിൽ കൃഷിയും മറ്റുമായി സാമാന്യം മോശമല്ലാത്ത രീതിയിൽ പോകുന്ന ഒരു കുടുംബം. രാവിലെ പറമ്പിൽ കിളക്കലും മറ്റുമായി ഒരു 10 മണി വരെ പണിയെടുക്കും. പിന്നെ കേബിളിന്റെ ഓഫീസിൽ പോയി ജോലിയും മറ്റുമായി സമയം കളഞ്ഞു രാത്രി വീട്ടിലേക്ക് മടങ്ങും. കൂട്ടുകാർക്കിടയിൽ മാത്രം ഒതുങ്ങിക്കൊണ്ട് കുടുംബത്തിൽ ഞാനൊരു മാന്യനെ പോലെ ജീവിച്ചു പോന്നു. കേബിൾ ടിവിയിൽ നിന്നുള്ള കളക്ഷൻ വരുമാനത്തിൽ ഒരംശം പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു എനിക്ക്. കൂടുതലും സ്ത്രീകൾക്കാണ് പലിശയ്ക്ക് കൊടുത്തത്. 2 കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്ന്, പെണ്ണുങ്ങളിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ പറ്റും എന്നൊരു ഉറപ്പ്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ചിലരുമായിട്ട് എന്തെങ്കിലുമൊക്കെ നടന്നാലോ എന്നുള്ള ഒരു ഉറപ്പ്. വേറെ കുറച്ചു പേർക്കും കൂടി കൊടുത്തിരുന്നു, ആണുങ്ങൾക്ക്. ഇങ്ങനെയാണെങ്കിലും കൂട്ടുകാർക്ക് ഞാൻ പലിശയില്ലാതായിരുന്നു കടം കൊടുത്തിരുന്നത്. എന്റെ കൂട്ടുകാരുടെ കൂടെ എല്ലാത്തിനും ഞാനുണ്ടാവും. പലർക്കും ക്യാഷ് കൊടുത്തിട്ടും ഇപ്പോഴും അത് കിട്ടാക്കനിയായി നിലനിൽക്കുന്നുണ്ട്. എന്റെ വീടിനടുത്ത് തന്നെ വേറൊരു വീടുണ്ട്. ആ വീടിന്റെ ഉടമസ്ഥർ അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 10 കൊല്ലമായി അതിൽ മാറി മാറി വാടകക്കാർ വന്നു. എന്നാൽ ഈ അടുത്ത് അമ്മ അച്ഛനോട് പറയുന്നത് കേട്ടു, ബോംബെയിലുള്ള പത്മയും മക്കളും ഇനി നാട്ടിൽ വന്നു ആ വീട്ടിൽ താമസിക്കുകയാണെന്ന്. എന്നെ ബാധിക്കുന്ന വിഷയമല്ലാത്തതുകൊണ്ട് ഞാനത് ശ്രദ്ധിക്കാൻ പോയില്ല. അങ്ങനെ ദിവസങ്ങൾ കുറച്ചുപോയി. ഒരു ദിവസം ഞാൻ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഏതാണ്ട് വൈകുന്നേരം ഒരു 7 മണി നേരമായി. എന്റെ വീട്ടിലെ ഹാളിൽ ഒരു ഫാമിലി ഇരിക്കുന്നു. അച്ഛനോടും അമ്മയോടും അവർ സംസാരിക്കുകയാണ്. ഒരു 50 വയസ്സ് തോന്നിക്കുന്ന ഒരാൾ. അയാൾക്ക് അധികം ഉയരമൊന്നുമില്ല. ഒരു 5 അടി 2 ഇഞ്ച് ഉയരം കാണും. വയറൊക്കെ ചാടി ഒരു വട്ട കൂളിംഗ് ഗ്ലാസ്സും ഒക്കെ വെച്ച് തന്നെ പോലെ തന്റെ വായിലെ വലിയ വലിയ പല്ലുകൾ ഒക്കെ കാട്ടി അച്ഛനോടൊപ്പം ഹാളിലെ സെറ്റിലിരുന്ന് ചിരിച്ച് സംസാരിക്കുന്നു. നാരായണൻ എന്നാണ് അയാളുടെ പേര്. അയാളുടെ കൂടെ ഒട്ടിച്ചേർന്ന് അയാളെ പോലെ തന്നെ ഒരു 10-13 വയസ്സ് തോന്നിക്കുന്ന ഒരു ചെക്കൻ. പൊണ്ണത്തടി പോലുള്ള ആ ചെക്കന്റെ ചുണ്ടുകളൊക്കെ പെണ്ണുങ്ങളെ പോലെ. അവന്റെ പേര് നിമേഷ് എന്നാണ്. അപ്പുറത്ത് മാറി അമ്മയോടൊപ്പം ഡൈനിങ് ടേബിൾ ചാരി ഒരു ചേച്ചി. അവരെ കണ്ടാൽ ഒരു 35 വയസ്സ് തോന്നും. സാരിയാണ് അവരുടെ വേഷം. ഒരു കറുപ്പ് കളർ സാരി. ചെറിയ വട്ടമുഖമാണ് അവർക്ക്. മൂക്കിലൊരു മൂക്കുത്തി കിടപ്പുണ്ട്. ആ മൂക്കുത്തി അതവരുടെ ചെറിയ ഉണ്ടമുക്കിന് നല്ല അഴകായിരുന്നു. അധികം നീളമില്ലാത്ത നല്ല വട്ടച്ചുണ്ടുകൾ. അതിൽ നിരനിരയായി നിൽക്കുന്ന മുല്ലപ്പൂമുട്ടുകൾ പോലുള്ള പല്ലുകൾ. അവർ ചിരിക്കുമ്പോൾ അവരുടെ ചുണ്ടുകൾക്കും പല്ലുകൾക്കും ഒരു പ്രത്യേക ഭംഗി തോന്നും. കഴുത്തിലുള്ള അവരുടെ താലിമാല, ആ താലിമാല അവരുടെ സാരിയിൽ പറ്റിക്കിടക്കുന്നു. പത്മയെന്നാണ് ആ സ്ത്രീയുടെ പേര്. അവരുടെ തൊട്ടടുത്ത് തന്നെ ഇരുനിറത്തിൽ ഐശ്വര്യം തുളുക്കുന്ന മുഖവുമായി ഒരു പെൺകുട്ടി. കണ്ടിട്ട് അവൾക്കൊരു 10-18 വയസ്സ് പ്രായം തോന്നും. ആ പെൺകുട്ടിയുടെ പേര് നിഷ എന്നാണ്. പെട്ടെന്ന് അപരിചിതരെ പോലെ കുറച്ചുപേരെ ഞാൻ വീട്ടിൽ കണ്ടപ്പോൾ വീടിന്റെ ഉമ്മറപ്പടിയിൽ വന്ന് എന്റെ നടത്തത്തിന് സഡൻ ബ്രേക്ക് ഇട്ടു നിന്നു. എന്നെ പെട്ടെന്ന് ആ സമയത്ത് അച്ഛൻ കണ്ടപ്പോൾ, ഹാ, നീ ഇന്ന് നേരത്തെ എത്തിയല്ലോ. സാധാരണ 10 മണി കഴിയാതെ വരാറില്ലല്ലോ ഈ പാതിരാക്കുറുക്കൻ. ഇന്ന് എന്ത് പറ്റി? അച്ഛന്റെ ആ ചോദ്യം കേട്ട് എല്ലാവരും എന്നെ ഒരു അത്ഭുത ജീവിയെ നോക്കുന്നത് പോലെ നിന്നു. ഞാൻ ശരിക്കും ശശിയായി. പെട്ടെന്ന് ഒരു 10 സെക്കൻഡ് നേരത്തെ നിശബ്ദതയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് അമ്മ പറഞ്ഞു, പപ്പിക്ക് മനസ്സിലായില്ലേ ഈ ആളിനെ? സന്ദീപ്, രണ്ടാമത്തെ. അന്നേരം കസേരയിലിരിക്കുന്ന ചേച്ചി അത് കേട്ടിട്ട്, ഓ, എന്റെ അനിയുടെ കൂടെ പഠിച്ച ആളല്ലേ? ചേച്ചി അത് പറഞ്ഞു തീരുമ്പോഴേക്കും വന്നു അച്ഛന്റെ വക അടുത്തത്. ആ, പഠിപ്പിന്റെ കാര്യമൊന്നും പറയാതിരിക്കുക ഭേദം. പഠിച്ചിപ്പോൾ കേബിൾ TV ബിസിനസ്സൊക്കെയാ പരിപാടി. അത് കേട്ട് ഞാൻ പറഞ്ഞു, അതിനിപ്പോ എന്താ? പറമ്പിലായാലും കേബിളിലായാലും എനിക്ക് വേണ്ടത് ഞാൻ അതിൽ നിന്നുണ്ടാക്കുന്നുണ്ട്. പണിയെടുത്ത് ക്യാഷ് ഉണ്ടാക്കിയാൽ പോരെ. അതിനിപ്പോ ഉദ്യോഗം തന്നെ ചെയ്യണമെന്നില്ലല്ലോ. ഇങ്ങനെ കുറച്ചു നേരം സംഭാഷണങ്ങൾ കഴിഞ്ഞു. ഞാൻ ആ പുതിയ അയൽക്കാരുമായി ഒന്ന് അടുത്തു.
കുറച്ചു സമയം കഴിഞ്ഞ് അവർ അവിടെ നിന്നും മടങ്ങിപ്പോയി. മടങ്ങിപ്പോകുമ്പോൾ ആ ചേട്ടൻ എന്നോട് ചോദിച്ചു, വീട്ടിൽ കേബിൾ കണക്ഷൻ കൊടുക്കാൻ പറ്റുമോ സന്ദീപേ? പറ്റുമെങ്കിൽ ഉടനെ വേണം. പിള്ളേര് പഠിക്കാനൊക്കെ പോയാൽ ഇവൾ ഒറ്റയ്ക്കാ. ആ സമയം ഞാൻ നാളെ തന്നെ കണക്ഷൻ തരാമെന്ന് പറഞ്ഞു അയാളോട്. അതും കേട്ട് എല്ലാവരും അവിടെ നിന്ന് പോയി. അപ്പോൾ അടുത്ത ദിവസം രാവിലെ ഞാൻ പറമ്പിൽ തെങ്ങിനും കവുങ്ങിനും വാഴകൾക്കും കൈക്കോട്ട് കൊണ്ട് കിളച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. കുഴൽക്കിണറിൽ നിന്നാണ് വെള്ളം തിരിച്ചുവിടുന്നത്. എന്റെ കൂടെ 4-5 പണിക്കാരുമുണ്ട് സഹായിക്കാനായിട്ട്. അപ്പോൾ 5.5 ഏക്കർ സ്ഥലത്താണ് ഈ കൃഷിസ്ഥലം നിൽക്കുന്നത് തന്നെ. ഇതിനോടൊപ്പം ചേർന്നാണ് ഞങ്ങളുടെ വീടും ഉള്ളത്. പറമ്പിന്റെ വടക്കേ അതിർത്തിയിലാണ് ഈ പറഞ്ഞ പത്മയുടെയും കുടുംബത്തിന്റെയും വീട്. ഞാൻ വടക്കേ അതിർത്തിയിലുള്ള അവസാന വരി തെങ്ങുകൾക്ക് കിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് വേലിക്കരികിൽ തുണി അലക്കുന്ന ശബ്ദം കേൾക്കുന്നു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ പത്മ അവിടെ നിന്ന് തുണി അലക്കുന്നത് കണ്ടു. നൈറ്റി ആയിരുന്നു അവരുടെ അപ്പോഴത്തെ വേഷം. അപ്പോൾ ഞാൻ അവരെ കണ്ടൊന്ന് ചിരിച്ചു, പരിചയം പുതുക്കി. അപ്പോൾ അവരും അതുപോലെ പരിചയം പുതുക്കി എന്നോട് ചിരിച്ചു. ഞാൻ വീണ്ടും എന്റെ ജോലിയിൽ മുഴുകി. ഇത് കഴിഞ്ഞ് കുളിച്ചു വേണം എനിക്ക് ഭക്ഷണം കഴിക്കാൻ. ഇന്നാണെങ്കിൽ പറമ്പിൽ അത്യാവശ്യം നല്ല രീതിയിൽ പണിയുണ്ട്. പണി വേഗം തീർക്കാനായി ഞാൻ കൈക്കോട്ട് കിളക്കലിൽ മുഴുകി. മറ്റുള്ള പണിക്കാർ പറമ്പിന്റെ വേറെ അതിർത്തികളിൽ ആയിരുന്നു കിളച്ചുകൊണ്ടിരുന്നത്. ശരീരം മൊത്തം വിയർപ്പായി. മുണ്ടെപ്പോഴും അഴിയുന്നതുകൊണ്ട് ബെർമുടയും ബനിയനും ചുറ്റിയാണ് ഞാൻ പണി ചെയ്തിരുന്നത്. കിളച്ചു കഴിഞ്ഞ് വെള്ളം ആവരിയിലുള്ള തെങ്ങുകൾക്ക് തിരിച്ചുവിട്ടു. ഞാനൊന്ന് വിശ്രമിക്കാനായി ഒന്ന് നടുവ് നിവർത്തിയപ്പോൾ അലക്കിക്കഴിഞ്ഞ ഒരു മുണ്ട് ഉച്ചത്തിൽ കുടയുന്ന ശബ്ദം കേട്ടു. പെട്ടെന്ന് ശബ്ദം കേട്ടപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് അത് കണ്ടത്. ഒരു ബ്ലൗസും പാവാടയും അണിഞ്ഞ് ഒരു മുണ്ട് പത്മച്ചേച്ചി അശയിലിടുന്നു. എന്റെ തൊണ്ട വറ്റിവരേണ്ട അവസ്ഥയിലായിരുന്നു ആ കാഴ്ച. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവരുടെ മടക്ക് വീണ് ഡെലിവറി പാടുള്ള ഒരു കുഞ്ഞു വൈശാലി കാണുന്നുണ്ട്. അത് കണ്ടതും എനിക്ക് ആകെ കമ്പിയായി. പത്മയാണേൽ എനിക്ക് നേരെ ഒരു പ്രത്യേക നോട്ടമാണ് അപ്പോൾ നോക്കുന്നത്. ആ നോട്ടത്തിന് വശ്യതയുടെ ലക്ഷണമുണ്ടെന്ന് എന്റെ മനസ്സെന്നോട് പറഞ്ഞു. ഒടുവിൽ ബക്കറ്റിലുണ്ടായിരുന്ന തുണികൾ അശയിലിട്ട് കഴിഞ്ഞ ശേഷം അവർ അവരുടെ വീട്ടിനകത്തേക്ക് പോയി. ആ സമയത്ത് പറമ്പിലെ 2 പണിക്കാർ എന്റെ അടുത്തെത്തി. 10 മണി നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കാൻ വന്നതായിരുന്നു അവർ. ഞാനാണേൽ ഭക്ഷണം കഴിക്കാൻ പോകാൻ നിൽക്കുമ്പോഴായിരുന്നു ആ കാഴ്ച കണ്ടത്. ഇനി അവർ വിളിച്ചിട്ട് അങ്ങോട്ട് പോകാതിരുന്നാൽ അത് പ്രശ്നമാകും. ഉച്ചയായപ്പോൾ ഞാൻ വീട്ടിൽ പോയി ഒരു കുളിയൊക്കെ കുളിച്ച് പിന്നീട് കേബിൾ ഓഫീസിൽ പോയി. വീടിനടുത്ത് പുതിയൊരു താമസക്കാർ വന്നതും അവർക്കിന്ന് കേബിൾ കണക്ഷൻ കൊടുക്കണമെന്നും കൂട്ടുകാരോട് പറഞ്ഞു. കേബിൾ കണക്ഷൻ കൊടുക്കാൻ പോകുമ്പോൾ അവർ കൂടി വരാമെന്ന് പറഞ്ഞു. പല തന്ത്രങ്ങളും പറഞ്ഞ് അവരെ ഒരു വിധത്തിൽ പിന്തിരിപ്പിച്ചു. അന്ന് വൈകുന്നേരം 7 മണിയായപ്പോൾ ഞാൻ അവരുടെ വീട്ടിലെത്തി. ഒരു അരമണിക്കൂർ കൊണ്ട് അവർക്ക് കേബിൾ കണക്ഷൻ കൊടുത്തു ചാനൽ പ്രോഗ്രാം എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. അപ്പോൾ സ്വീറ്റ്സും ചായയും കൊണ്ട് പത്മച്ചേച്ചി മുന്നിലെത്തി. ഞാനും അവരുടെ ഭർത്താവും മോനും കൂടി സോഫയിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ മോളാണെങ്കിൽ റൂമിലാണ്, പുറത്തേക്കൊന്നും കണ്ടില്ല. ആ സമയമാണ് അവരുടെ ഭർത്താവിന് രാത്രി ബോംബെക്ക് തിരിച്ചു പോവുകയാണെന്ന കാര്യം പറഞ്ഞത്. ആൾക്ക് അവിടെ ലേബർ കോൺട്രാക്ട് ബിസിനസ്സാണ്. പുള്ളിക്കാരൻ ഫാമിലിയെ നാട്ടിൽ സെറ്റിലാക്കിയിട്ട് വീണ്ടും മടങ്ങിപ്പോവുകയാണ്. പെട്ടെന്ന് ആള് പോകേണ്ടതിനെ കുറിച്ച് ഓർത്ത് അതും ആ ചേച്ചി ചായ കൊണ്ടുവന്ന് ഓർമ്മപ്പെടുത്തിയപ്പോൾ ചേട്ടൻ അപ്പോൾ തന്നെ ഒരു ഓട്ടോ വിളിച്ചു പോകാൻ ഒരുങ്ങുകയായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു എന്റെ കാറിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന്. ഞാനും അവരുടെ കുടുംബവുമായി റെയിൽവേ സ്റ്റേഷനിൽ പോയി ആളെ കൊണ്ടാക്കി. ആള് ട്രെയിൻ കയറി പോയ ശേഷം തിരിച്ചു മടങ്ങുമ്പോൾ ചേച്ചി കാറിന്റെ മുൻഭാഗത്തെ സീറ്റിൽ ഇരുന്നു. ചേച്ചിയും ആ ചെക്കനും വാദോരാതെ കുറെ സംസാരിച്ചു. എന്നാൽ ആ പെൺകുട്ടി ഒട്ടും സംസാരിക്കാത്ത ഒരു പ്രാകൃതമായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ ആ ചെക്കനും പെൺകുട്ടിയും വേഗം വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. എന്നാൽ ഞാനും ചേച്ചിയുമായി കുറച്ചു നേരം സംസാരിച്ചിട്ടാണ് വീട്ടിലേക്ക് കയറിയത്. വളരെ അടുത്ത് നിന്ന് മുഖാമുഖമായാണ് ചേച്ചി സംസാരിച്ചിരുന്നത്. അപ്പോൾ ചേച്ചി സംസാരിക്കുമ്പോൾ ചേച്ചിയുടെ ശ്വാസം എന്റെ മുഖത്തടിച്ചിരുന്നു. എനിക്കതൊക്കെ ചേച്ചിയിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കായി ഫീൽ ചെയ്തു. എന്നാലും ഒരു സംശയം ഉദിച്ചത്, പുറത്തുള്ള ആൾക്കാർ കുറച്ച് ഫ്രീ ആയി സംസാരിക്കും, അതൊരു ശീലമാണ്. അതുകൊണ്ട് നാട്ടിൻപുറത്തെ പലരും അതിനെ തെറ്റായി വ്യാഖ്യാനിക്കാറുമുണ്ട്. അതുകൊണ്ട് ധൈര്യമായി ചേച്ചിയോട് സംസാരിച്ച് മുന്നോട്ട് പോകാനും ഒരു പേടി. എന്റെ ഒരു സംശയത്തിന്റെ പേരിൽ കയറിയൊന്ന് മുട്ടിയാൽ ചിലപ്പോൾ അത് പണിയാവുമോ എന്നൊരു ശങ്കയും ഉള്ളിൽ തോന്നി.
ദിവസങ്ങൾ കുറച്ച് കടന്നുപോയി. ആ വേളയിലാണ് ചേച്ചി ഒരു കാര്യം ആവശ്യപ്പെടുന്നത്. ചെക്കന് ട്യൂഷൻ എടുത്തു കൊടുക്കാൻ പറ്റുമോ എന്ന്. ഒരു മെനക്കെട്ട പണിയാണെങ്കിലും ആ പെൺകൊച്ചിനെ വളയ്ക്കാൻ ഇത് ഉപകരിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിന് സമ്മതം മൂളി. ഞാൻ പഠിപ്പിക്കാൻ ചെല്ലുമ്പോഴൊക്കെ ആ പെൺകൊച്ച് അവളുടെ റൂമിലിരുന്നാണ് പഠിക്കുക. ചെക്കനാണെങ്കിൽ ഡൈനിങ് ടേബിളിൽ ഇരുന്നാണ് പഠിക്കുക. ചെക്കനെ പഠിപ്പിക്കാനിരിക്കുമ്പോൾ ചേച്ചി അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞ് ഒരു ചായ ഇട്ട് ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ കൂടെ അവിടെ വന്നിരിക്കും. എന്നാൽ ആ പെൺകൊച്ച് ഞാൻ വന്നാൽ ആ റൂമിൽ കയറും. പിന്നെ ഞാൻ പോയിട്ടേ അത് പുറത്തിറങ്ങും. അതിനെ അടുത്തൊന്നും വളയ്ക്കാൻ പറ്റില്ല എന്ന് അതോടെ എനിക്ക് ബോധ്യമായി. എന്നാൽ പത്മചേച്ചി ഒരു കടിമൂത്ത മുതലാണെന്ന് തുടക്കത്തിലേ തോന്നിയിരുന്നു. അത് ഊട്ടിയുറപ്പിക്കുന്ന പോലെയായിരുന്നു പലപ്പോഴും അവരുടെ പെരുമാറ്റം. ചേച്ചിയുടെ വർത്തമാനത്തിൽ നിന്ന് ഒരിക്കൽ മനസ്സിലായി, ചേച്ചിക്ക് ഒരു 36 വയസ്സും അവരുടെ ഭർത്താവിന് 49 വയസ്സുമാണെന്ന്. കാര്യങ്ങൾ അതോടെ എനിക്ക് ഏകദേശം ധാരണയായി. ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ പലപ്പോഴും ചേച്ചിയുടെ കാലുകൾ എന്റെ കാലുകളിൽ അറിയാത്ത പോലെ വന്ന് ഉടക്കാറുണ്ട്. അതറിയാത്തതുപോലെയാണോ അതോ അറിഞ്ഞ പോലെയാണോ എന്നൊക്കെ പലപ്പോഴും ഒരു പൊട്ടനെ പോലെ മനസ്സിലാവാത്തതായി ഞാൻ അവർക്ക് മുന്നിൽ അഭിനയിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ഓണക്കാലത്ത് കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാനായി അമ്മയുടെ പെർമിഷനോടെ ഞാനും ചേച്ചിയും കൂടി എന്റെ ബൈക്കിൽ ടൗണിലെ ഒരു കടയിലേക്ക് പോയി. ആ പോക്കിലാണ് ഞങ്ങളുടെ ബന്ധത്തിന്റെ എല്ലാത്തിന്റെയും തുടക്കം. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ചേച്ചി ബൈക്കിൽ ഒരു അകലം പാലിച്ചിരുന്നു. എങ്കിൽ ബൈക്ക് 1 കിലോമീറ്റർ താണ്ടിക്കഴിഞ്ഞപ്പോൾ ചേച്ചി ഒരു ഭാര്യയെപ്പോലെ എന്നോട് ഒട്ടിച്ചേർന്ന് ബൈക്കിലിരുന്നു. ബൈക്കിൽ സൈഡ് തിരിഞ്ഞിരിക്കുമ്പോഴുള്ള ടെൻഷന്റെ പേര് പറഞ്ഞ് അവർ എന്റെ പെർമിഷനോടെ എന്റെ വയറിൽ ചുറ്റിപ്പിടിച്ചാണ് ബൈക്കിൽ എനിക്ക് പുറകിൽ ഒട്ടിപ്പിടിച്ചിരുന്നത്. ഒരു ചുരിദാർ വേഷത്തിലായിരുന്നു അവർ എന്റെ കൂടെ വന്നിരുന്നത്. ഓണക്കാലമായതുകൊണ്ട് ഒട്ടുമിക്ക കടകളിലും വലിയ തിരക്കായിരുന്നു. ഞങ്ങളും അതുപോലെ ഒരു തുണിക്കടയിൽ കയറി. ചേച്ചി ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറി വേറെ ഒരു ഭാഗത്ത് പോയിരുന്നു. ഒടുവിൽ ഒരു സാരി ചേച്ചി സെലക്ട് ചെയ്ത് അത് കാണിക്കാനായി എന്നെ വിളിച്ചു. ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സെയിൽസ് ബോയ് ഞങ്ങൾ കപ്പിൾസ് ആണെന്നുള്ള ധാരണയിലാണ് ഞങ്ങളോട് പെരുമാറിയത്. അപ്പോൾ സെയിൽസ് ബോയ് ഒരു ഭർത്താവ് എന്ന നിലയിൽ എന്നെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഷോക്കായി. ചേച്ചിക്കാണെങ്കിൽ സെയിൽസ് ബോയ് അങ്ങനെ പറഞ്ഞപ്പോൾ വല്ലാത്ത സന്തോഷം. മുഖം ചെന്താമരയെ പോലെ വിടർന്ന പത്മയായി അപ്പോൾ. ചേച്ചി അതുകൊണ്ട് തന്നെ അതൊന്നും തിരുത്താൻ നിൽക്കാതെ അങ്ങനെ തന്നെ എന്നെ ചേട്ടാന്നൊക്കെ വിളിച്ചു ഒരു ഭാര്യയെ പോലെ കൂടെ നിന്ന്. ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഇടയ്ക്കൊക്കെ എന്റെ ഷോൾഡറിൽ കൈയിട്ടു ഒരു ഭാര്യയെ പോലെ പെരുമാറി. ആ സിറ്റുവേഷൻ കൊഴുപ്പിച്ചെടുത്ത് അങ്ങനെ അവർ ഒടുവിൽ ഡ്രസ്സ് സെലക്ട് ചെയ്ത്. ചേച്ചി ട്രയൽ റൂമിൽ പോയപ്പോൾ സെയിൽസ് ബോയുടെ കമന്റ് ന്യൂ കപ്പിൾസ് ആണെന്ന് തോന്നുന്നു. അത് കേട്ടുകൊണ്ടാണ് ട്രയൽ റൂമിൽ നിന്ന് ചേച്ചി അങ്ങോട്ട് കടന്നു വന്നത്. അപ്പോൾ ചേച്ചി ഒരു സാരി കൂടി എടുക്കാൻ തീരുമാനിച്ചു. ആ സാരി എന്നോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. ഞാനൊരു പീക്കോക്ക് കളർ സാരി എടുത്ത് കാണിച്ചു. ചേച്ചിക്ക് ആ സാരി ഇഷ്ടമായി. അപ്പോൾ ചേച്ചി അതിന്റെ കൂടെ എന്തൊക്കെയോ എടുത്ത് വീണ്ടും ട്രയൽ റൂമിൽ പോയി. ട്രയൽ റൂമിലേക്ക് പോകുമ്പോൾ ചേച്ചി എന്നെയും വിളിച്ചു. സെപ്പറേറ്റ് ക്യാബിനുള്ള ട്രയൽ റൂമായിരുന്നു അത്. അവിടെ എത്തുമ്പോൾ എന്റെ ഉള്ളിൽ പഞ്ചാരിമേളം തകർത്ത് പൊട്ടുന്ന പോലെ ഹൃദയമെടുപ്പ്. എന്നാൽ ട്രയൽ റൂമിന്റെ ക്യാബിന് പുറത്ത് എന്നെ നിർത്തി ചേച്ചി ഒരു ചുരിദാർ ഇട്ടു വന്ന് എന്നെ കാണിച്ചു. ഒരു നവവധുവിനെ പോലെ നാണം വരുത്തി തന്റെ ഭർത്താവിന്റെ അഭിപ്രായം ആരായുന്ന ഒരു ഭാര്യയെ പോലെ ചേച്ചി അന്നേരം ആ ട്രയൽ റൂമിലെ മറ്റ് ചേച്ചിമാർക്ക് മുന്നിൽ അഭിനയിച്ചു കാണിച്ചു. അവരുടെയൊക്കെ ഉള്ളിൽ അസൂയവഹമായ ഒരു ഭാര്യയും ഭർത്താവുമാക്കി മാറ്റുകയായിരുന്നു ചേച്ചി സ്വയം ആ നിമിഷത്തിലൂടെ. എല്ലാവരുടെയും കണ്ണിൽ ആ ഒരു പ്രതിഫലനം സൃഷ്ടിച്ചു. ഒടുവിൽ ബില്ലടയ്ക്കാൻ പോകുമ്പോൾ ചേച്ചി എന്റെ കയ്യിൽ പേഴ്സ് തന്നു. ഒരു ഭാര്യയെപ്പോലെ എനിക്ക് സപ്പോർട്ട് തന്നു. ഷോപ്പിൽ നിന്നിറങ്ങിയപ്പോൾ അതേക്കുറിച്ച് പറഞ്ഞ് ഞങ്ങൾ ഫുട്പാത്തിലൂടെ ചിരിച്ചുകൊണ്ട് നടന്നു. ആ സമയം എനിക്ക് ചോദിക്കാനൊക്കെ തോന്നിയിരുന്നു ചേച്ചിയുടെ അടുത്ത്. പക്ഷേ ഉള്ളിൽ പേടിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ. അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ അത് വിറച്ച് പറഞ്ഞപ്പോൾ ചേച്ചി എന്റെ മുഖത്തേക്കൊന്ന് നോക്കി. ആ നോട്ടത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി ചേച്ചി വരുതിയില്ല എന്ന്. മാനത്ത് മഴക്കാർ നന്നായി ഉള്ളതായി കണ്ടു. വേഗം ബൈക്കെടുത്ത് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ നീങ്ങി. എന്റെ ബൈക്കിന്റെ പുറകിൽ കാല് രണ്ടും സൈഡിലേക്കിട്ട് അവൾ കയറി. എന്നിട്ടൊരു കാമുകയെ പോലെ എന്റെ ഇരു ഷോൾഡറിലും കൈകൾ ചുറ്റിപ്പിടിച്ചു. 2 ഇണക്കുരുവികളെ പോലെ നീങ്ങി. ഇങ്ങനെ ബൈക്കിൽ മടങ്ങുന്ന വേളയിൽ മഴ നന്നായി പെയ്യാൻ തുടങ്ങിയപ്പോൾ
ഞങ്ങൾ വഴിവക്കിലുള്ള ഒരു ഒഴിഞ്ഞ ബിൽഡിങ്ങിന്റെ മറവിൽ കയറി നിന്നു. ഞങ്ങളെപ്പോലെ ഒരു 5-6 പേര് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അതിൽ കൂടുതലും ജോലി കഴിഞ്ഞു മടങ്ങുന്ന പുരുഷന്മാരായിരുന്നു. ചേച്ചിയെ ഞാൻ ഒരു ഒഴിഞ്ഞ ഷട്ടറിന്റെ മൂലയിൽ കൊണ്ടുപോയി നിർത്തി. മഴ നിർത്താതെ ശക്തിയായി പെയ്തുകൊണ്ടിരുന്നു. സമയം ഒരുപാട് താമസിച്ചു. ചേച്ചി പിള്ളേരെ വിളിച്ച് കാര്യം പറഞ്ഞു. സമയം 8 അടുത്തപ്പോൾ മഴ തോരാത്തത് മൂലം ആണുങ്ങൾ ബൈക്കും എടുത്ത് മഴയെ വകവയ്ക്കാതെ പോയി. ഒടുവിൽ ഞാനും ചേച്ചിയും മാത്രമായി അവിടെ. അന്നേരമാണ് എനിക്ക് കലശലായ മൂത്രശങ്കയും. ഒടുവിൽ ചേച്ചിയോട് കാര്യം പറഞ്ഞു. ഞാൻ ആ ബിൽഡിങ്ങിന്റെ പുറകിൽ ഒഴിഞ്ഞ ഭാഗത്ത് പോയി മൂത്രമൊഴിച്ചു. പെട്ടെന്നാണ് ഒരു വെളിച്ചം വന്ന് പതിച്ചത്. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ചേച്ചി മൊബൈൽ ടോർച്ച് അടിച്ചതായിരുന്നു. എന്താണ് കാര്യമെന്ന് തിരക്കിയപ്പോൾ എന്നെ കാണാതായോണ്ട് ആളെവിടെ ഉണ്ടോന്നറിയാൻ നോക്കിയതാ എന്ന് പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം പോയി. അതുകൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ ഒരു പേടി, അതുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു. പേടിയുണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് നീങ്ങി നിന്നു, ഞാൻ പറഞ്ഞു. ചേച്ചി ടോർച്ച് ഓഫാക്കി എന്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. വല്ലതും കണ്ടോ നീ? ചേച്ചി ചിരിച്ചുകൊണ്ട് മൂളി. പിന്നെ ആരും ഒന്നും മിണ്ടിയില്ല. ഞാനും ചേച്ചിയുമായി ആ ഭിത്തിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. അപ്പോഴും മഴ തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.